കൺട്രോൾ ചാർട്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ എന്താണെന്ന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് വരുന്നതാണ് കൺട്രോൾ ചാർട്ട്. പ്രോസസ് കൺട്രോൾ ചാർട്ട് ലുക്സ് ലൈക്ക് ഡീറ്റെയിൽ ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ ദ യൂസ് ഓഫ് ഷവാർഡ്സ് ചാർട്ട് ഡീറ്റെയിൽ. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോളിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കൺട്രോൾ ചാർട്ടുകൾ. അത് ഷവാർഡ്സിൻ്റെ ചാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇത് നമ്മൾ ആദ്യം തന്നെ വി വിൽ കണ്ടക്ട് അവർ സെൽഫ് ദ റെക്കഗ്നിഷൻ ദാറ്റ് വി ക്യാൻ ഡിഫൈൻ നാച്ചുറൽ ലിമിറ്റ് ഓഫ് മെഷർ ബേസ്ഡ് ഓൺ പ്രീവിയസ് പെർഫോമൻസ് വെച്ചിട്ട് നാച്ചുറൽ ലിമിറ്റ്സ് നമ്മൾ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡീവിയേഷൻസ് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ദ ലിമിറ്റ്സ് ഇഫക്റ്റീവ്ലി become a filter to remove noise and expose signals with the data. അതിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ മാറ്റിയിട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ ചാർട്ട് ലിമിറ്റ് തീരുമാനിക്കുന്നത്. ആ ലിമിറ്റിനേക്കാളും കൂടുതൽ ഡിഫക്റ്റ് വരികയാണെങ്കിൽ അത് നമ്മൾ റിജക്റ്റ് ചെയ്യും. അതായത് പ്രോസസ്സ് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, അപ്പോൾ നമുക്ക് പ്രോസസ്സ് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രോസസ്സിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ദ കൺട്രോൾ ചാർട്ട് ഇസ് എ ഗ്രാഫ് യൂസ്ഡ് ടു പ്രോസസ് ചേഞ്ച് ഓവർ ടൈം. ഒരു ചാർട്ടാണ് കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത്. ദ ഡാറ്റ ആർ പ്ലോട്ടഡ് ഇൻ ടൈം ഓർഡറിൽ നമ്മൾ ചാർട്ട് ചെയ്യും. ദെൻ അപ്പർ ലിമിറ്റും അതുപോലെ തന്നെ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് പ്രീവിയസ് ഡാറ്റ വെച്ചിട്ടാണ് നമ്മളത് തീരുമാനിക്കുന്നത്. അതിൽ നിന്ന് ഡീവിയേഷൻസ് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. വെർസറ്റൈൽ ഡാറ്റ കളക്ഷൻ ആസ് എ ടൂൾ യൂസ്ഡ് ബൈ വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രീസ്. ഇത് നമ്മൾ പലതരത്തിലുള്ള ചാർട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ദ ടോപ്പ് ചാർട്ട് മോണിറ്റേഴ്സ് ദ ആവറേജ് ഓർ സെൻട്രിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ പ്രോസസ്സ്. മെയിനായിട്ട് ആവറേജ് സെൻട്രൽ ലൈനിലാണ് നമ്മൾ ചാർട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ദ ബോട്ടം ചാർട്ട് മോണിറ്റേഴ്സ് റേഞ്ച് വിടുത്ത് ഡിസ്ട്രിബ്യൂഷൻ. ടോപ്പ് ചാർട്ടാണ് ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ സെൻട്രൽ ലിമിറ്റ് ഓൾറെഡി ഈ കൺട്രോൾ ചാർട്ട് എന്നുള്ള പോർഷൻ നമുക്ക് തേർഡ് സെമ്മിൽ പ്രോബ്ലമായിട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അതിൻ്റെ തിയറി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. കൺട്രോൾ ചാർട്ട് ലെറ്റ് us assume sample having determined measurement mean is 300 standard deviation. ഈ ഇതിൽ കൺട്രോൾ ചാർട്ടിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ചാർട്ടുകളാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസും കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സും ആണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സാമ്പിൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു നമ്മൾ ഓരോ സാമ്പിൾ എടുക്കും. അതായത് ഓരോ ലോട്ടിൽ നിന്നും നമ്മൾ ഇത്ര സാമ്പിൾ എടുക്കും. ആ സാമ്പിളിൽ എത്രമാത്രം ഡിഫക്റ്റ് വന്നിട്ടുണ്ട് ആ ഡിഫക്റ്റുകൾ നമ്മൾ ടോട്ടൽ ചെയ്യും. എത്രമാത്രം ഡിഫക്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കും. ഇപ്പോൾ 100 എണ്ണത്തിൻ്റെ സാമ്പിളുകളാണ് എടുത്തത്, അതിൽ ഇത്ര ഡിഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് 1000 എണ്ണത്തിൻ്റെ ഒരു സാമ്പിളാണ് എടുത്തത്. ഒരു 300 ആണ് ഇവിടെ കൺട്രോൾ ലിമിറ്റായിട്ട് സെൻട്രൽ ലിമിറ്റായിട്ട് എടുക്കും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്, അതായത് ഓരോ ലോട്ടിൽ നിന്നും ഇത്ര എണ്ണം എടുക്കും, അത്ര എണ്ണം എടുക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ സ്ക്രൂ ആണ് എടുക്കണമെന്ന് വിചാരിക്കുക. ആ സ്ക്രൂവിൻ്റെ ഡയാമീറ്ററിൽ വ്യത്യാസം വന്നിട്ടുള്ള ഓരോന്നും 10 എണ്ണം വെച്ചിട്ട് 1000 എണ്ണത്തിൻ്റെ ലോട്ടുകളിൽ നിന്ന് 10 എണ്ണം 100 എണ്ണത്തിൻ്റെ ലോട്ടുകളിൽ നിന്ന് 10 എണ്ണം വെച്ചിട്ട് നമ്മളെടുത്തു. ആ 10 എണ്ണത്തിൽ എത്രമാത്രം ഡിഫക്റ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. ആ 10 എണ്ണത്തിലെ ഡയാമീറ്റർ ആവറേജ് ഡിഫക്റ്റ് നോക്കണ്ട, ഡയാമീറ്ററിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. ഓരോ 10 എണ്ണത്തിൻ്റെയും ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. ആ ആവറേജാണ് മീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നത്. ഓരോ ലോട്ടിലും എടുക്കുന്നത്, അതായത് 10 എണ്ണം വെച്ചിട്ട് ഓരോന്നൊന്നും എടുക്കും. അങ്ങനെ 10 ബോക്സിൽ നിന്ന് എടുക്കും. അങ്ങനെ 10 ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മളതിൽ അതിൻ്റെ ആ 10 എണ്ണത്തിൻ്റെ ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സ്ക്രൂവിൻ്റെ ഡയമീറ്റർ നോക്കും, അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതാണ് ഫസ്റ്റ് നമുക്ക് തരുന്ന മീൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നമുക്ക് റേഞ്ചാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ആ 10 എണ്ണം എടുത്തപ്പോൾ അതിൽ ഹയസ്റ്റ് ഡയമീറ്റർ വരുന്നതും ലോവസ്റ്റ് ഡയമീറ്റർ തമ്മിലുള്ള ഡിഫറൻസാണ് റേഞ്ച് എന്ന് പറയുന്നത്. H-L ഹയസ്റ്റ് ആയിട്ടുള്ള ഡയമീറ്റർ വരുന്നതും ലോവസ്റ്റ്. അപ്പോൾ ഇതിൽ ഈ ഡയാമീറ്ററിൽ ആ സ്ക്രൂവിൻ്റെ ഡയാമീറ്ററിൽ വരുന്ന വ്യത്യാസമാണ് നമുക്ക് ക്വാളിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ആ സാധനത്തിൻ്റെ ഓരോന്നിൻ്റെയും ഡയാമീറ്റർ മെഷർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. ആവറേജ് ഡയാമീറ്റർ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. ആ 10 എണ്ണം എടുത്തിട്ടുള്ള ഒരു ബോക്സിൽ നിന്ന് എടുത്ത 10 എണ്ണത്തിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. അടുത്ത 10 എണ്ണത്തിൻ്റെ ആവറേജ്, പിന്നത്തെ 10, അതാണ് നമുക്ക് എന്തായിട്ട് തരിക, നമുക്ക് ആവറേജ് ആയിട്ട് തരിക. ആ ആവറേജിൻ്റെ ടോട്ടൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി നമുക്ക് കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസിലാണ് അതിൻ്റെ പ്രോബ്ലം ആയിട്ട് വരുന്നത്. അതിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് കൺട്രോൾ ചാർട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൽ 2 ഫോർമുലകളാണ്. അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ ചാർട്ട് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂവിൻ്റെ ഡയമീറ്റർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് കൺട്രോൾ വേരിയബിൾ ചാർട്ടിൽ വരുന്നത്. അപ്പോൾ ഓരോന്നിനും
10 സ്ക്രൂ വെച്ചെടുക്കും. ആ 10 സ്ക്രൂവിൻ്റെയും എന്ത് ഡയാമീറ്റർ നമ്മൾ മെഷർ ചെയ്യും, അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ 10 സാമ്പിൾസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഓരോ ബോക്സിൽ നിന്നും 10 എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആ ആവറേജ്, ആ 10 ആവറേജ് നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് എക്സ് ഡബിൾ ബാർ എന്ന് പറയുന്നത്. അവിടെ 2 ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അധികം ഇതുണ്ട് അതിൽ. അതായത് UCL X ബാർ ആൻഡ് LCL X ബാർ എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എക്സ് ഡബിൾ ബാർ പ്ലസ് A2R ബാർ, എക്സ് ഡബിൾ ബാർ മൈനസ് A2R ബാർ. അതാണ് ലോവർ കൺട്രോൾ ലിമിറ്റും അപ്പർ കൺട്രോൾ ലിമിറ്റും. ഇത് നമ്മൾ പ്രോബ്ലമായിട്ട് കഴിഞ്ഞ സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ A2R ബാർ, A2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡാണ്. അത് നമുക്ക് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. അത് ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കുന്നത്. നമുക്ക് ടേബിൾ നെക്സ്റ്റ് പോർഷനിൽ അതിൻ്റെ ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ A2, D3, D4, D2 എന്നൊക്കെ പറയുന്ന ഫോർമുലാസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ചാർട്ടുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഒന്ന് മീൻ ചാർട്ടും ഒന്ന് റേഞ്ച് ചാർട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യും. മീൻ ചാർട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ ഓരോന്നിൻ്റെയും മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഒരു ബോക്സിൽ നിന്ന് നമ്മൾ 10 എടുത്തു, ആ 10 ഡയാമീറ്റർ എടുത്ത് കൂട്ടി 10 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് ആദ്യത്തെ എക്സ് ബാർ എന്ന് പറയുന്നത്. ഇങ്ങനെ 10 ബോക്സിലത്തെ എക്സ് ബാർ കൂട്ടിയതാണ് ഡബിൾ എക്സ് ബാർ എന്ന് പറയുന്നത്. അതാണ് അപ്പർ കൺട്രോൾ. അതിന് A2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്. നമുക്ക് നെക്സ്റ്റ് പേജിൽ തന്നിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, അത് നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലയാണ്. അത് കോൺസ്റ്റൻ്റ് ആണത്. അപ്പോൾ അതാണ് A2 എന്ന് പറയുന്നത്. അത് A2R ബാർ, അതുപോലെ തന്നെ X ബാർ മൈനസ് R ബാർ എന്ന് പറയുന്നത്. ഇനി R ബാർ എന്ന് പറയുന്നത് റേഞ്ചാണ്. അതായത് ഒരു ബോക്സിൽ 10 സ്ക്രൂസാണ് നമ്മളെടുത്തത്. അതിൻ്റെ ഹയസ്റ്റ് ഡയാമീറ്ററും ലോവസ്റ്റ് ഡയാമീറ്ററും തമ്മിലുള്ള ഡിഫറൻസാണ് R ബാർ എന്ന് പറയുന്നത്. അത് ഇതേപോലെ എല്ലാറ്റിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ ആവറേജാണ് R ബാർ എന്ന് പറയുന്നത്. അതാണ് ആവറേജ്. ഓരോ ബോക്സിലത്തെയും 6 കാൽക്കുലേറ്റ് ചെയ്യും. 6 എല്ലാതും കൂടി കൂട്ടിയിട്ട് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് R ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഗ്രാഫിൽ പ്രസൻറ്റ് ചെയ്യും. ഗ്രാഫിൽ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് ഗ്രാഫിൽ ഇവിടെ 300 ആണ് അപ്പർ കൺട്രോൾ ലിമിറ്റായിട്ട് തന്നിട്ടുള്ളത്. ആ കൺട്രോൾ ലിമിറ്റിനേക്കാളും, അപ്പോൾ ആദ്യത്തെ എടുത്ത സാമ്പിളിൽ നമ്മൾ 1000 എണ്ണം എടുത്തതിൽ 280 ആണ് ഡിഫക്റ്റ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ 280 ആണ് നമുക്ക് ഡിഫക്റ്റായിട്ട് വന്നിട്ടുള്ളതെങ്കിൽ അത് 300-ന് താഴെ, പിന്നെ 340 350 ഒക്കെ ആണെങ്കിൽ മേലെ താഴെ അങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ അതായത് 300 എന്ന് പറയുന്നതാണ് 300 എന്ന് പറയുന്നത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. സെൻട്രൽ ലിമിറ്റാണ് 300 എന്ന് പറയുന്നത്. എക്സ് ഡബിൾ ബാറാണ് 300 എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ തന്നിട്ടുള്ള സാമ്പിൾസ് അനുസരിച്ച് ഇതുപോലെ ടോട്ടൽ ചെയ്തിട്ട് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എക്സ് ബാർ. അത് ഇവിടെ നമുക്ക് ഓൾറെഡി determine the measurement mean 300 in the standard deviation 4472 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 300-ൻ്റെ ഇത് വെച്ചിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. 500 ആണ് അപ്പർ ലിമിറ്റ് കിട്ടുക, ലോവർ ലിമിറ്റ് കിട്ടുന്നത് 100 ആണ്. അപ്പോൾ അതിൽ ഈ സെൻട്രൽ ലിമിറ്റിനേക്കാളും കൂടുതലും കുറവാണ് വരുന്നത് എങ്കിൽ അത് പ്രോസസ്സിങ് നോട്ട് ഇൻ കൺട്രോൾ ആണ്, നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ യൂസേജ് ഓഫ് കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത് കൺട്രോളിങ് ഓൺ ഗോയിങ് പ്രോസസ്സാണ്. കറക്റ്റിംഗ് പ്രോബ്ലംസ് ആസ് ദേ ഒക്കർ, അത് പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. എക്സ്പെക്റ്റ് റേഞ്ച് ഓഫ് ഔട്ട്കം, റേഞ്ച് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. അതായത് എത്ര വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ള കണ്ടുപിടിക്കാം. പ്രോസസ്സ് സ്റ്റേബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ. അനലൈസിങ് പാറ്റേൺ, ഡിറ്റർമിനിങ് വെദർ ദ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ ഈ 2 ഭാഗവും കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നതും ഇതാണ്. ഇനി പ്രോസസ്സ് ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി ടൂൾസ് ഉപയോഗിക്കുമ്പോൾ വരുന്നതാണ്. പിന്നെ സഡൻ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് വന്നിട്ടില്ല, മെറ്റീരിയലിൽ വരുന്ന ചേഞ്ച്, ബ്രേക്ക് ഡൗണ്, ക്വാളിറ്റി ടൈമിങ്. ഇനി പ്രോസസ് ഇൻ കൺട്രോൾ ആണെങ്കിൽ നമുക്ക് റീവാലുവേറ്റ് ചെയ്യാം, സ്പെസിഫിക്കേഷൻസ് കൂട്ടാം, നമ്മുടെ ഇൻ കൺട്രോളാണ്, റിലാക്സേഷനാണ്, അതുപോലെ തന്നെ എബോവ് ആൾട്ടർനേറ്റീവ്സ് നമുക്ക് മാറ്റാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് A2, D4, D3 എന്ന് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പെർ സാമ്പിൾ. അത് നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. 10 എണ്ണമാണ് എടുക്കണമെങ്കിൽ ആ 10-ൻ്റെ A2, A3, A4 ആണ് എടുക്കുക. ലാർജർ ദ നമ്പർ ക്ലോസ് ദ ലിമിറ്റ്, അതാണ് അതിൽ പറയുന്നത്. ഓക്കെ.